Hi all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് GST ഇൻട്രഡക്ഷൻ ആണ്. GST Goods and Service Tax. GST means Goods and Service Tax. So, first നമുക്ക് നോക്കാം. ഇവിടെ Goods and Service Tax. എന്താണ് tax means? Tax is nothing but money that people have to pay to the government, which is used to provide public services. A tax is not a voluntary payment or a donation, but an enforced payment or contribution exacted in pursuant to legislative authority. Tax may be defined as a pecuniary burden laid upon individuals or property owners to support the government. Okay. So, tax. Okay. Tax means എന്താണ്? ഗവൺമെൻറ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് എന്ത് ഒരു ടാക്സ്. സോ ഇത് പീപ്പിൾ ഗവൺമെൻറ്റിന് ഇതൊരു വോളണ്ടറി പേയ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡൊണേഷൻ ആയിട്ടോ കൊടുക്കുന്നതല്ല. ഇതെന്താണ് എൻഫോഴ്സ്ഡ് ബൈ ലെജിസ്ലേറ്റീവ് അതോറിറ്റി. Okay. സോ ഒരു അതോറിറ്റി എൻഫോഴ്സ് ചെയ്ത് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പേയ്മെൻ്റ് ആണ് ഇത് ടാക്സ്. ഓക്കെ. സോ നമ്മുടെ സെനാരിയോയിൽ ടാക്സ് നമുക്ക് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുന്നത് രണ്ടായിട്ട് തിരിക്കാം. ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു. ഡയറക്റ്റ് ടാക്സ്, then indirect tax. Okay. So direct tax ആണ് നമ്മൾ പഠിക്കുന്ന ഇൻകം ടാക്സ് വരുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിലാണ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ഓക്കെ. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും നമ്മൾ പഠിക്കുന്നതിൽ മേജറായിട്ട് വരുന്ന ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ്. ഇൻഡയറക്റ്റ് ടാക്സിൽ നമുക്ക് പഠിക്കേണ്ട രണ്ട് മേജർ taxes ആണ് goods and service taxes and customs duty. Okay. Then നോക്കാം classification of tax, broadly classified into direct tax and indirect tax. Okay. നോക്കാം, if tax is levied directly on income or wealth of a person, it is a direct tax. If tax is levied on price of goods or service, അതാണ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഒരു ഗുഡ്സിൻ്റെ പുറത്തുള്ള പ്രൈസിനോ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്തിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന വാല്യൂന് അഗെയിൻസ്റ്റ് ടാക്സ് കളക്ട് ചെയ്താൽ ഇറ്റ് ഈസ് ആൻ ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ. സോ ഇവിടെ ഇൻകത്തിന് അഗെയിൻസ്റ്റ് ഡയറക്ട്ലി ഫ്രം ഇൻകം tax is levied directly on income or wealth of a person, it is called direct tax. So if tax is levied on price of a goods or service, it is an indirect tax. Okay. Then difference, person paying tax is directly bears the incidence of tax. Okay. So നമ്മൾ പറഞ്ഞു direct taxil income tax. Okay. So ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു നമ്മുടെ അതിനകത്ത് യൂസ് ചെയ്യുന്ന വേർഡാണ് ഒരു അസസിക്ക് ഉണ്ടാകുന്ന ടോട്ടൽ ഇൻകം. സോ നമ്മൾ 5 ഹെഡ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ടത്: സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, then capital gains, other source. Okay. സോ ഇതിലുള്ള ടോട്ടൽ ഇൻകം, ഈ ഇൻകത്തിൻ്റെ പുറത്ത് ഡയറക്ട്ലി, സോ ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നതാണ് എന്ത് ദ പേഴ്സൺ പേയിങ്. സോ ദാറ്റ് മീൻസ് ഞാൻ ഉണ്ടാക്കിയ ഇൻകം, എനിക്ക് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിലുള്ള ടോട്ടൽ ഇൻകത്തിൻ്റെ പുറത്ത് ഞാൻ തന്നെ ടാക്സ് അടയ്ക്കുന്നു ആണ് ചെയ്യുന്നത് ഡയറക്ട്ലി. സോ ദെൻ പേഴ്സൺ പേയിങ് ടാക്സ് ടു ഗവൺമെൻറ് കളക്ട്
the same from ultimate consumer. Okay. So നമ്മൾ ഒരു ഇൻഡയറക്റ്റ് ടാക്സ്, നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സിനകത്ത് എന്താണ് പറഞ്ഞത്? tax levied on price of goods or services. Okay. So നമ്മൾ GST തന്നെ എടുത്തു കഴിഞ്ഞാൽ, സോ നമ്മൾ കടയിൽ ചെന്ന് നമ്മളൊരു കമോഡിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്ത് നമ്മൾ എന്താ ഒരു നമുക്ക് തരുന്ന ഇൻവോയ്സ് അല്ലെങ്കിൽ ബില്ല് നോക്കിയാൽ അറിയാം, അതിനകത്തൊരു വാല്യൂ സോ പ്ലസ് അതിനകത്ത് GST ഉണ്ടാവും, CGST പ്ലസ് SGST എന്നൊക്കെ നമുക്ക് ഇൻഡെപ്ത് പിന്നെ ഡിസ്കസ് ചെയ്യും. സോ ഇത് ആഡ് ചെയ്തിട്ട് ഈ ടോട്ടൽ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർക്ക്? ഷോപ്പ് കീപ്പർക്ക് അല്ലെങ്കിൽ ഷോപ്പ് ഓണർക്ക് പേ ചെയ്യുന്നത്. ഓക്കെ. സോ ഇത് ഈ കളക്ട് ചെയ്യുന്ന ടാക്സ് ആരാണ്? സോ നമ്മൾ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ, ഒരു പേഴ്സൺ പേയിങ് ടാക്സ്. സോ ഇവിടെ ടാക്സ് ഈ വാല്യൂ, ഈ ഗുഡ്സ് പർച്ചേസ് ചെയ്തപ്പോൾ ഈ ടാക്സ് ഓൾറെഡി പേ ചെയ്തു, ഈ വാല്യൂനോട് ചേർത്ത് പേ ചെയ്തു. ഇത് കളക്ട് ചെയ്ത ആളാണ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. അതാണ് എന്ത്? ദ പേഴ്സൺ പേയിങ് ടാക്സ് ടു ഗവൺമെന്റ് കളക്ട് ദ സെയിം ഫ്രം അൾട്ടിമേറ്റ് കൺസ്യൂമർ. ഓക്കെ. സോ ഇവിടെ ആണെങ്കിലോ, ഡയറക്ട് ടാക്സിലാണെങ്കിലോ ആരാണോ ടാക്സ് പേ ചെയ്യുന്നത് അയാൾ സ്വന്തം ഇൻകത്തിന്റെ, ടോട്ടൽ ഇൻകത്തിന്റെ പുറത്ത് അയാൾ ഡയറക്ട്ലി ഗവൺമെന്റിന് ടാക്സ് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ, burden of tax borne by the person. That means ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് ഇപ്പം മിസ്റ്റർ എക്സ്, സോ അയാളുടെ ടോട്ടൽ ഇൻകത്തിന്റെ ടാക്സ് ആരാണ് പേ ചെയ്യുന്നത്? that person, Mr. X തന്നെയാണ് പേ ചെയ്യുന്നത്. So that means burden of tax borne by the person himself. Incidence of tax is shifted to another person. Okay. So ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ടാക്സ് പേ ചെയ്യുന്ന, ടാക്സ് കളക്ട് ചെയ്യുന്ന ആളാണ് എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്ന ആളാണ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ടാക്സ് പേ ചെയ്യുന്ന ആരായിരിക്കും? വേറെ ഒരു പേഴ്സൺ ആയിരിക്കും പേ ചെയ്യുന്നത്. ആ പേ ചെയ്യുന്ന ടാക്സ് ഒരു പർട്ടിക്കുലർ പേഴ്സൺ, ദാറ്റ് മീൻസ് ഒരു രജിസ്ട്രേഡ് പേഴ്സൺ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിലേക്ക് പേ ചെയ്യുന്നു. Then next one, progressive in nature. That means higher rate of tax for people having higher ability to pay. Okay. Regressive in nature. Okay. So ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Progressive in nature. So that means നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻകം ടാക്സ്. സോ ഒരു ഇൻഡിവിജ്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് സ്ലാബ് റേറ്റ് വെച്ചിട്ടുണ്ട്. സോ 2.5 lakh വരെ ഇല്ല, 2.5 to 5 lakh 5%, then 5 lakh to 10 lakh 20%. If it exceeds 10 lakh 30%, അങ്ങനെ പോകും. ദാറ്റ് മീൻസ് പ്രോഗ്രസീവ് നേച്ചർ, ഹയർ ഇൻകം ഉള്ളവർക്ക് എന്തായിരിക്കും? ടാക്സും കൂടുതലായിരിക്കും. സോ ഇവിടെ റിഗ്രസീവ് ഇൻ നേച്ചർ, ഓൾ ദ കൺസ്യൂമർ ഈക്വലി ബിയേഴ്സ് ദ ബർഡൻ ഓഫ് ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ എബിലിറ്റി ടു പേ. സോ ഇവിടെ ഈ ഹയർ ഇൻകം ഉള്ള ആളാണെങ്കിൽ, ലോവർ ഇൻകം ഉള്ള ആളാണെങ്കിൽ നമ്മൾ കടയിൽ പോയി ഒരു കമോഡിറ്റി അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ അതിൻ്റെ പുറത്ത് അത് ഒരെണ്ണം പർച്ചേസ് ചെയ്താലും 100 എണ്ണം പർച്ചേസ് ചെയ്താലും എല്ലാം നമ്മൾ പേ ചെയ്യേണ്ടത് എന്തായിരിക്കും? ഒരേ റേറ്റ് ആയിരിക്കും. അവിടെ റേറ്റിൽ, സോ റിഗ്രസീവ് ഇൻ നേച്ചർ, റേറ്റിൽ ഒരു വ്യത്യാസവും ഉണ്ടാകില്ല. എത്ര പർച്ചേസ് ചെയ്താലും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻകം ഉള്ള ആൾക്കാർ പർച്ചേസ് ചെയ്താലും ഒരു കമോഡിറ്റി പർച്ചേസ് ചെയ്താൽ ഒരു വാല്യൂ, ഓക്കെ, സോ അതിൻ്റെ പുറത്തൊരു പർട്ടിക്കുലർ റേറ്റ് ഉണ്ടാകും. അത് ഒരെണ്ണം പർച്ചേസ് ചെയ്താലും 10 എണ്ണം പർച്ചേസ് ചെയ്താലും 100 എണ്ണം പർച്ചേസ് ചെയ്താലും എല്ലാം നമുക്ക് ഈ റേറ്റ് സെയിം ആയിരിക്കും. അതിനകത്ത് ഒരു ചേഞ്ചും വരില്ല. നേരെ മറിച്ച് ഇൻകം ടാക്സ് ആണെങ്കിൽ പ്രോഗ്രസീവ് നേച്ചർ ആണ്. ഹയർ ഇൻകം കൂടുന്ന അനുസരിച്ച് എന്താണ്? റേറ്റ് ഡിഫറെൻ്റ് ആകും. ഓക്കെ. കളക്റ്റഡ് ഓൺ ഇയർലി ബേസിസ്. ഓക്കെ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളവിടെ പഠിച്ചാണ് ഇൻകം ടാക്സിൽ ഒരു പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ കോൺസെപ്റ്റ്. പ്രീവിയസ് ഇയറിലെ ടോട്ടൽ ഇൻകം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അസസ്മെന്റ് ഇയറിൽ ടാക്സ് ചെയ്യുന്നത്. ഓക്കെ. സോ ദാറ്റ് മീൻസ് ഒരു വർഷത്തെ പ്രീവിയസ് ഇയറിൽ, ദാറ്റ് മീൻസ് 1st April തൊട്ട് നെക്സ്റ്റ് ഇയർ 31st March വരെയുള്ള ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് ആ ഇൻകത്തിന്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സ്ലാബ് റേറ്റോ അല്ലെങ്കിൽ റേറ്റ് വെച്ചിട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ബട്ട് ഇൻഡയറക്റ്റ് ടാക്സ് ആണെങ്കിൽ കളക്റ്റഡ് ഇതൊരു പോയിന്റ് ഓഫ് ടാക്സേഷൻ ആണ്. ഓക്കെ. സോ ദാറ്റ് മീൻസ് നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമ്മളിപ്പം കടയിൽ നിന്ന് സാധനം മേടിച്ചു, ഒരു വർഷത്തെ സാധനം എല്ലാം മേടിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് ടാക്സ് ചെയ്യണമെന്നില്ല. സോ എന്നാണ് ഇപ്പം ഇന്ന് പോയി ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്താൽ എന്താണ്? വാല്യൂ പ്ലസ് GST, നമുക്ക് ഈ GST കൂടെ ചേർത്തിട്ടായിരിക്കും പേ ചെയ്യുന്നത്.
സോ നാളെ പോയി മേടിച്ചാലും ഇതേപോലെ തന്നെ എന്താണ് again ആ ഗുഡ്സിന്റെ വാല്യൂ പ്ലസ് GST ഓരോ, ദാറ്റ് മീൻസ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓർ റെൻഡറിങ് ഓഫ് സർവീസ്. സോ ഓരോ തവണയും ഒന്നെങ്കിൽ ഒരു സെയിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പർച്ചേസ് ഓഫ് ഗുഡ്സ് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു റെൻഡറിങ് ഓഫ് സർവീസ് നടക്കുമ്പോൾ ആ വാല്യൂവിന്റെ പുറത്ത് എന്താണ് കറസ്പോണ്ടിങ് ഒരു റേറ്റ് ഉണ്ടാവും. നമ്മൾ ആ റേറ്റ് എത്രയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നീട് ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. ആ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ തവണയും ആ പർട്ടിക്കുലർ റേറ്റിനനുസരിച്ച് വാല്യൂ ഇൻറ്റു റേറ്റ് എത്രയാണോ അത്രയും ടാക്സ് ഓരോ സെയിലിലും, അല്ലെങ്കിൽ ഓരോ പർച്ചേസിലും, അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പേ ചെയ്യേണ്ടി വരും. അവിടെ പോയിന്റ് ഓഫ് ടാക്സേഷൻ ആണ്, ഇയർലി ബേസിസിലല്ല എന്ത് ചെയ്യുന്നത്? ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻകം ടാക്സും അൺഡിസ്ക്ലോസ്ഡ് ഫോറിൻ ഇൻകം ഓർ അസറ്റ്സും ആണ് നമുക്ക് മേജർലി ഡയറക്റ്റ് ടാക്സിൽ വരുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ദെൻ പിന്നെ നമുക്ക് വരാവുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി ആണ്. ദെൻ വേറെ പല കേസും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. എക്സൈസ് ഡ്യൂട്ടിയും ആപ്ലിക്കബിൾ ആകുന്ന, അല്ലെങ്കിൽ സ്റ്റേറ്റ് വാറ്റ് ആപ്ലിക്കബിൾ ആകുന്നത് കുറേ ഗുഡ്സ് അല്ലെങ്കിൽ കമോഡിറ്റിയെ കുറിച്ച് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഏതൊക്കെയാണെന്ന് GSTയുടെ പെർവ്യൂവിൽ വരാത്തത്, അല്ലെങ്കിൽ GSTയുടെ പെർവ്യൂവിൽ വന്നിട്ട് എക്സൈസ് കൂടെയൊക്കെ ആഡ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ചില കമോഡിറ്റിക്ക് എന്താണ് ഹയർ ടാക്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ടാക്സ്, 2 ടൈപ്സ്, ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്. സോ ഇൻഡയറക്റ്റ് ടാക്സിലാണ് എന്ത് വരുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതൊരു നോക്കുകയാണെങ്കിൽ person time government to collect some other person, incidence of tax section from one person to another, regressive in nature, collected at the time of sale or purchase of goods or rendering of services. Okay, then features of indirect tax. So GST are the features, then GST and customs in the features. An important source of revenue. Indirect tax are a major revenue of government worldwide. In India, direct tax contributes more than 50% of total tax revenue of central and state government. Okay, so important source of direct theory question varana, important source of revenue. Tax on commodities, that means goods and services. It is levied on commodities at the time of manufacture, purchase or sale or import or export. It is also levied on provision of services. Okay, so ഒന്ന് ശ്രദ്ധിക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, സോ നമ്മളൊരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ പർച്ചേസ് ഓർ സെയിൽ, ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട്, എല്ലാത്തിനും എന്ത് അട്രാക്ട് ചെയ്യും? GST അല്ലെങ്കിൽ കസ്റ്റംസ്. സോ ഇൻഡയറക്റ്റ് ടാക്സ് അട്രാക്ട് ചെയ്യും. ദെൻ സർവീസസ് ആണെങ്കിൽ എപ്പോഴാണോ പ്രൊവിഷനിങ് ഓഫ് സർവീസ്, സോ എപ്പോഴാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് അട്രാക്ട് ചെയ്യും? GST. ഓക്കെ, ദെൻ ഷിഫ്റ്റിംഗ് ഓഫ് ബർഡൻ. ദർ ഈസ് എ ക്ലിയർ shifting of tax burden in respect of indirect taxes. GST paid by the supplier of goods is recovered from the buyer by including tax in the cost of commodity. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോസ്റ്റ് അല്ലെങ്കിൽ വാല്യൂ അതിൻ്റെ കൂടെ എന്താണ്? GST കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഫിഗർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത്. സോ ഓരോ തവണയും എന്താണ്? ഇയാൾ പേ ചെയ്യും, ഈ കളക്ട് ചെയ്യുന്ന ആള് വൺ പേഴ്സൺ പേ ചെയ്യും, കളക്ട് ചെയ്യുന്ന ആള് ഗവൺമെൻറ് അടയ്ക്കും. ഇയാൾ വീണ്ടും അതിനകത്ത് വാല്യൂ അഡീഷൻസ് വരുത്തി സെയിൽ നടത്തുകയാണെങ്കിൽ ഇയാൾ പേ ചെയ്യും. ഇതിനകത്ത് കളക്ട് ചെയ്യുന്ന ആള് ഇയാൾ പേ ചെയ്യും, കളക്ട് ചെയ്യുന്ന ആള് ഗവൺമെന്റിന് പേ ചെയ്യും, ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. ഓക്കെ, സോ ഇത് നമ്മൾ ഒരിക്കലും ഏതൊരു ടാക്സ് പേ ചെയ്തു എന്ന രീതിയിലല്ല കൊടുക്കുന്നത്. സോ നമ്മൾ നോക്കുമ്പോൾ എന്തായിരിക്കും? കോസ്റ്റ് പ്ലസ് GST കൂടെ ചേർത്തുള്ള ഈ ഫിഗർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന പർട്ടിക്കുലർ കമോഡിറ്റി അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അറിയാതെ തന്നെ എന്ത് ചെയ്യുവാണ്? ടാക്സ് പേ ചെയ്യുന്നു. ആ കളക്ട് ചെയ്യുന്ന, ദാറ്റ് മീൻസ് രജിസ്റ്റേർഡ് പേഴ്സൺ ആയിട്ടുള്ള ആ പറയുന്ന ഷോപ്പ് കീപ്പർ കളക്ട് ചെയ്യുന്ന ടാക്സ് എന്ത് ചെയ്യും? ഗവൺമെന്റിലേക്ക് അടയ്ക്കും. സോ അങ്ങനെ ഓരോന്നിലും എന്ത് ചെയ്യണം? ഷിഫ്റ്റിംഗ് ഓഫ് ബർഡൻ. No perception of direct, since value of indirect tax is generally inbuilt in the price. Most of the time, taxpayer pays the same without actually knowing he is paying the tax to the government. So നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കടയിൽ ചെന്ന് ഒരു കമ്മോഡിറ്റിയുടെ
വില ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ വില പറയും. സോ അതിനകത്ത് എന്തായിരിക്കും GST കൂടെ അല്ലെങ്കിൽ ടാക്സ് കൂടെ ചേർന്ന് ടാക്സ് എലമെന്റ് കൂടെ ചേർന്ന വാല്യൂ ആയിരിക്കും. സോ നമ്മൾ എന്താണ് നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും ഗവൺമെന്റിലേക്ക് ടാക്സ് പേ ചെയ്യുന്നു. ആ കളക്ട് ചെയ്യുന്ന ആള് എന്ത് ചെയ്യുന്നു അത് ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. Indirect tax directly affect the price of commodity and services and lead to inflationary trend. അല്ലേ? സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാല്യൂ എത്രയാണോ അതിൻ്റെ കൂടെ എന്താണ് ഒരു ടാക്സ് റേറ്റ്, ഒരു GST റേറ്റ് ഉണ്ടാകും. അതുകൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് പറയുന്നത് ഫൈനൽ വാല്യൂ. സോ ദാറ്റ് മീൻസ് ആക്ച്വലി ഇതായിരുന്നു. ഇതിൻ്റെ കൂടെ ഈ GST കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഒരു ഹയർ വാല്യൂ. ദാറ്റ് മീൻസ് ഒരു ഇൻഫ്ലേഷനറി ട്രെൻഡ് കാണിക്കും. Wider tax base. So that means majority of products and services are subject to indirect tax. So നമുക്ക് GST എന്നൊരു വന്നോള് നമ്മൾ എന്താണ് ഗുഡ്സിന്റെ പുറത്തും സർവീസിന്റെ പുറത്തും നമ്മൾ ഓൾറെഡി ഡയറക്റ്റ് ടാക്സിൽ എന്താണ് എനിക്കുണ്ടാകുന്ന ഇൻകത്തിന് പുറത്ത് ഞാൻ ടാക്സ് അടയ്ക്കുന്നുണ്ട്. പിന്നെ സോ GST വൈഡർ ടാക്സ് ബേസ് ആണ്. എന്തായാലും ഇതിനകത്ത് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യും നെക്സ്റ്റ് ചാപ്റ്ററിൽ ഗുഡ്സിൽ ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ ഈ പറഞ്ഞ GST ബേസിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും കുറച്ച് ഗുഡ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ഗുഡ്സിനും ആൻഡ് ഓൾ അതർ സർവീസസ്. സോ എക്സംഷൻ കുറച്ച് സർവീസസ് എക്സംപ്റ്റഡ് സർവീസസ് പറയുന്നുണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലാ സർവീസിനും എന്ത് അട്രാക്ട് ചെയ്യും GST അട്രാക്ട് ചെയ്യും. ദെൻ കുറച്ച് ഗുഡ്സ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ദാറ്റ് മീൻസ് വൈഡർ ടാക്സ് ബേസ്. മെജോറിറ്റി ഓഫ് പ്രോഡക്ട്സ്, majority of goods and majority of services are covered under indirect taxes. Then next one, promote social welfare. Higher taxes are imposed on consumption of harmful products. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഡിസ്കസ് ചെയ്യും. സോ ഹാംഫുൾ പ്രോഡക്ട്സിന് എന്താണ് ഹയർ ടാക്സ്. ഓക്കെ, ഹാംഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സിന് higher tax such as alcohol, tobacco products, etc. This is not only checks the consumption but also enables state to collect substantial revenue. Okay, so harmful ആയിട്ടുള്ള പ്രോഡക്റ്റിന് എന്ത് ചെയ്യുവാണ് റേറ്റ് കൂട്ടിയിടുക. മീൻസ് നമുക്ക് എന്താകും അതിൻ്റെ ഒരു യൂസേജ് കുറയും എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. പ്ലസ് അങ്ങനെ ഒരു ഹാംഫുൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു സബ്സ്റ്റാൻഷ്യൽ റവന്യൂ ആവുകയും ചെയ്യും. ഓക്കെ, ഇൻഫാക്ട് ആക്ച്വലി ഇവിടെ നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യുന്നത് സോ ഗവൺമെൻറ് റവന്യൂ മാത്രമാണ് ആവുകയാണ് ചെയ്യുന്നത്. ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ ടൊബാക്കോ പ്രോഡക്ട്സ് കൺസ്യൂം ചെയ്യുന്നവർ ഇത് കണക്ക് ടാക്സ് ഹയർ ടാക്സ് ആണ് എന്ന് പറഞ്ഞ് അവർ വാങ്ങിക്കാതിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ സോ ഗവൺമെൻറ്റിന് ഒരു സബ്സ്റ്റാൻഷ്യൽ റവന്യൂ ആയി മാറുകയാണ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സബ്സ്റ്റാൻഷ്യൽ റവന്യൂ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു റിഗ്രസീവ് ഇൻ നേച്ചർ. ദ റിച്ച് ആൻഡ് പൂർ ഹാവ് ടു പേ ദ സെയിം റേറ്റ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ഓൺ കമോഡിറ്റീസ്. ഓക്കെ, സോ കമോഡിറ്റി പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും റിച്ച് ഹയർ ഇൻകം ഉള്ള ആളാണെങ്കിലും ലോവർ ഇൻകം ഉള്ള ആളാണെങ്കിലും സെയിം റേറ്റ് ആയിരിക്കണം എന്ത് ചെയ്യുന്നത് ടാക്സ് പേ ചെയ്യുന്നത്. reduce tax evasion. Indirect tax already, since indirect taxes are already included in price of goods and services, എന്താണ് evasion. So already price included ആയതുകൊണ്ട് tax evasion ഒരു പരിധി വരെ reduce ചെയ്യാൻ പറ്റും. Then so GST യുടെ ഹിസ്റ്ററി ആണ് നമ്മൾ പറയുന്നത്. So in 2000 Adal Bihari Vajpayee put forward the concept of GST and set up a committee to design GST model in India. Okay, in 2003 central government formed a task force under Vijay Kelkar. In 2004 idea of fully integrated national GST was put forward by Kelkar task force based on VAT. Okay, then in 2016 the Union Finance Minister P. Chidambaram announced GST will be introduced from 1st April 2010 while presenting central budget. Okay, then in 2011 the Constitution 15th Amendment Bill 2001 introduced in Lok Sabha to give concurrency tax paying power to union and states. Okay, this was subsequently lapsed. In 2013 GST, a non-profit or non-government private limited company was incorporated named as Goods and Service Tax Network GSTN, a special purpose vehicle to provide IT infrastructure services for implementation of GST. In December 2014 Constitutional Amendment Bill 2014 seeking amendment Constitution to introduce GST was introduced on 19th December 2014.
In 2016, the Constitutional Amendment Bill was passed by Lok Sabha on 6th May 2015. On 2016, it was passed by Rajya Sabha with some changes. In August 2016, the changes were unanimously passed by Lok Sabha on 8th August 2016. Then September 8, 2016, after the bill was opposed by majority of state legislation by at least 50% of it, the final assent of President of India was given on 8th September 2016, and the Constitution Bill 2014 became one amendment in Act in 2016. Then July 1st, 2017, GST law was made applicable in India from 1st July 2017. In July 8, GST law was made applicable to 8. So that means July 1st, 2017 and made applicable to India. India in the applicable either GST applicable. Just to do history and GST എങ്ങനെയാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നത്, അതിൻ്റെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതും അതിൻ്റെ സ്റ്റഡി നടത്തിയതും ഓരോ ഇയറിലായിട്ട് അതിൻ്റെ പ്രൊസീജിയേഴ്സ് നടന്നത്. ഓക്കെ. Then different types of GST model across worldwide. So കുറേ മോഡൽസ് GST ഉണ്ട്. അതിൽ ഇന്ത്യയിൽ ഏത് മോഡലാണെന്ന് നോക്കാം. ഓക്കെ, ഒരു മോഡലാണ് national GST. Okay, tax levied by central with sharing of revenue with state. Okay, so entire tax will be levied by central government and state in the revenue sharing. Okay, then state GST, tax levied by state and retained by them. Okay, ഇത് നാഷണൽ GST ഓസ്ട്രേലിയയിലും ചൈനയിലുമാണ്, USA ഓരോ സ്റ്റേറ്റും അതായത് എന്താണ് ടാക്സ് ലെവി ചെയ്ത് അതായത് സ്റ്റേറ്റ് റീറ്റെയിൻ ചെയ്യുന്നു. നോൺ കറന്റ് ഡ്യുവൽ GST, സെൻട്രൽ ലെവിഡ് GST ഓൺ സർവീസസ് ആൻഡ് സ്റ്റേറ്റ് ലെവിഡ് GST ഓൺ ഗുഡ്സ്. സോ ഇതുവരെ ഒരു രാജ്യവും ഇത് ആപ്ലിക്കബിൾ ആയിട്ടില്ല. ദെൻ ഇന്ത്യയിലെ കൺകറന്റ് ഡ്യുവൽ GST, ടാക്സ് ലെവിഡ് ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഓൺ ബോത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്, ബ്രസീൽ, കാനഡ ആൻഡ് ഇന്ത്യ. ഓക്കെ, സോ കൺകറന്റ് ഡ്യുവൽ GST ആണ് ഇന്ത്യയിൽ മോഡൽ. ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന മോഡൽ. ദാറ്റ് മീൻസ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഗുഡ്സിന്റെ പുറത്തും സർവീസിന്റെ പുറത്തും ഇന്ത്യയിൽ ടാക്സ് ലെവി ചെയ്യും. ഓക്കെ, സോ ഇത്രയും മോഡൽ ഉണ്ടായിട്ടും കൺകറന്റ് ഡ്യുവൽ GST അല്ലെങ്കിൽ ഡ്യുവൽ GST ആണ് ഇന്ത്യയിൽ പ്രപ്പോസ് ചെയ്തത്. വൈ? ഓക്കെ, ഫ്രം വേരിയസ് മോഡൽ ഇന്ത്യ ഹാസ് പ്രപ്പോസ് ടു അഡോപ്റ്റ് കൺകറന്റ് ഡ്യുവൽ GST because India is a federal country where both the central and state government have assigned their powers to levy and collect the tax through appropriate legislation. Okay, so India ഒരു ഫെഡറൽ സംവിധാനമാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. സോ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനോ പവർ ഉണ്ട് ടാക്സ് ലെവി ചെയ്യാനും അപ്രോപ്രിയേറ്റ് ലെജിസ്ലേഷൻ യൂസ് ചെയ്ത് ടാക്സ് ലെവി. ബോത്ത് ലെവൽസ് ഓഫ് ഗവൺമെന്റ് ഹാവ് ദെയർ ഡിസ്റ്റിങ്ക്ട് responsibility to perform in according to division of power prescribed under the Constitution, for which they need to raise resource. A dual GST will therefore be keeping with the constitutional requirement of fiscal federalism. Okay, so central government എടുത്താലും സ്റ്റേറ്റ് ഗവൺമെന്റ് അവർക്ക് ഡിസ്റ്റിങ്ക്ട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും. സോ ആ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ഫണ്ട് റേസ് ചെയ്യണം. സോ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യും? ഈ പറയുന്ന കൺകറന്റ് ഡ്യുവൽ GST. സോ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും എന്ത് ചെയ്യാം? ഗുഡ്സിന്റെ പുറത്തും സർവീസിന്റെ പുറത്തും എന്ത് ചെയ്യാം? ടാക്സ് ലെവി ചെയ്യാം. അതാണ് കൺകറന്റ് ഡ്യുവൽ GST. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, കൺസെപ്റ്റ് ഓർ features of GST in India. It is a destination based tax on consumption of goods and services. Okay, so destination based tax ആണ്, point of taxation ആണ്, destination based tax ആണ്. The basic concept of GST. GST is a value added tax levied on manufacture, sale and consumption of goods and services. So first one, ഒരു value added tax. Okay, ഒരു value added tax ആണ്. മാനുഫാക്ചർ ആകാം, സെയിൽ ആകാം, അല്ലെങ്കിൽ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആകാം, അല്ലെങ്കിൽ സർവീസ് ആകാം. GST offers comprehensive and continuous chain of tax credit from producer's point, service provider's point up to the trader's level or consumer's level, thereby taxing only the value added on each stage. Okay, so നമ്മൾ പിന്നീട്
ഇതിൻ്റെ എന്താണ് വാല്യൂ ആഡഡ് എന്താണ് ഈച്ച് ചെയ്യുന്നതിനകത്ത് എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് കിട്ടുന്നത് നമ്മൾ പിന്നീട് നമ്മളൊരു ഇൻഡെപ്റ്റ് ആയിട്ട് പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യും. സോ ഇതെന്താണ് ഒരു വാല്യൂ ആഡഡ് ടാക്സ് ആണ്. കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ, സോ വാല്യൂ ആഡഡ് എന്താണ് വാല്യൂ ആഡഡ് എന്നുള്ളത് നമ്മൾ പിന്നീട് പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാം. ഒരു കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ്. ഓക്കെ, chain of tax credit. Okay. The supplier of each stage is permitted to avail credit of GST paid on the purchase of goods and or services and can set off this credit against GST payable on supply of goods and services to be made by him. Only the final consumer bear the GST. So ഇവിടെ നമ്മളിത് പിന്നീട് ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഈ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ്, സപ്ലയർ ഓഫ് ഈച്ച് സ്റ്റേജ്. സോ ഇവിടെ ഒരു സപ്ലയർ 1, സപ്ലയർ 2, ഇവിടെ സെയിൽ നടത്തി, വാല്യൂ പ്ലസ് ജി എസ് ടി. സോ ഇവിടെ ഓൾറെഡി എന്താണ് ഇയാൾ ഈ സെക്കൻഡ് സപ്ലയർ 2 ഓൾറെഡി എന്താണ് ഇത്രയും GST പേ ചെയ്തിട്ടുണ്ട്, ഇയാൾ കളക്ട് ചെയ്ത് ഗവൺമെന്റ് അടച്ചു. സോ സപ്ലയർ ഇയാൾ ഇതിനകത്ത് ഈ പറഞ്ഞ വാല്യൂവിൽ എന്തെങ്കിലും അഡീഷൻ നടത്തിയിട്ട് GST കളക്ട് ചെയ്യുന്നു. ഓക്കെ, സപ്ലയർ 3ക്ക് കൊടുക്കുന്നു. സോ ഈ കേസിൽ വരുന്ന GST അയാൾ എന്ത് ചെയ്യണം, കളക്ട് ചെയ്ത GST ആണ്. ഇയാൾ ഓൾറെഡി പേ ചെയ്ത ഈ GST കുറച്ചതിന് ശേഷം ബാക്കി റിമൈനിങ് പോർഷൻ മാത്രം എന്ത് ചെയ്താൽ മതിയാവും, അതൊക്കെ ഗവൺമെന്റിലേക്ക് അടച്ചാൽ മതി. ഓക്കെ, സോ സപ്ലയർ അല്ലെങ്കിൽ ഫൈനൽ കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ പേ ചെയ്യുന്ന GST ഇവർക്ക് ഒരു ക്രെഡിറ്റും കിട്ടത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് the services GST payable on supply goods and services to be only the final consumer bear the GST. Okay, so അതുവരെയുള്ളവർക്ക് എന്താണ് ഫൈനൽ കൺസ്യൂമറിന് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ടാക്സ് ക്രെഡിറ്റ് യൂസ് ചെയ്ത് തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ പേ ചെയ്ത ടാക്സ് കുറച്ചിട്ട് റിമൈനിങ് പോർഷൻ മാത്രം ഗവൺമെന്റിലേക്ക് പേ ചെയ്താൽ മതിയാവും. Only the value added at each stage is taxed under GST. There is no tax, no cascading of taxes under GST system. GST does not differentiate between goods and services, and the two other are taxed at a single rate. Okay. So goods and service tax ആണ്. So value added ന്റെ പുറത്ത് മാത്രമാണ് എന്ത് വരുന്നത്, ഇവിടെ ടാക്സ് വരുന്നത്. ഓരോ സ്റ്റേജിലും എത്രയാണോ, that means because നമുക്ക് നേരത്തെ സ്റ്റേജിൽ വന്നിരിക്കുന്ന നമുക്ക് ഓൾറെഡി എന്തായിട്ട് കിട്ടും, ക്രെഡിറ്റ് ആയിട്ട് കിട്ടും. സോ ഈ GST ഗുഡ്സിനെയും സർവീസിനെയും അല്ലെങ്കിൽ ഗുഡ്സിനെയും സർവീസിനെയും ഒന്നും അങ്ങനെ ബിറ്റ്വീൻ നോട്ട് ഡിഫറൻഷിയേറ്റ്. ഓക്കെ, സോ GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അവർക്ക് എന്താണ് പ്രത്യേകം റേറ്റ് പറഞ്ഞിട്ടുണ്ട്, സിംഗിൾ റേറ്റ് പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ടാക്സ് ചെയ്യുന്നത്. So deficiencies in existing value added taxation has been lead to GST. Okay, so നേരത്തെ VAT ഉണ്ടായിരുന്നു, വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ടായിരുന്നു, CST ഉണ്ടായിരുന്നു, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ സോ അതിനകത്തൊക്കെ വന്ന എക്സിസ്റ്റിംഗ് ഡെഫിഷ്യൻസീസ്, സോ ഓൾറെഡി ഉണ്ടായിരുന്ന ഇൻഡയറക്റ്റ് ടാക്സ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന ഡെഫിഷ്യൻസീസ് ആണ് എന്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതിനവിടെ ഉണ്ടായിരുന്നു. ദെൻ സർവീസ് ടാക്സ് ഉണ്ടായിരുന്നു. ഗുഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ, മൂവബിൾ ആൻഡ് മാർക്കറ്റബിൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ എക്സൈസ് ഡ്യൂട്ടി അട്രാക്റ്റീവ് ആയിരുന്നു. ദെൻ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ നടത്തുവാണെങ്കിൽ വാറ്റ്, രണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ CST, അങ്ങനെ പല ടാക്സസ് ആയിരുന്നു. അതെല്ലാം കൂടെ ചേർത്ത് എന്ത് കൊണ്ടുവന്നു, അതിലെ എല്ലാത്തിലും ഡെഫിഷ്യൻസീസ് എല്ലാം ഒഴിവാക്കി എന്താണ് GST. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, വൺ നേഷൻ വൺ ടാക്സ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിലുള്ള ഡെഫിഷ്യൻസീസ് എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പുതിയൊരു ടാക്സ് കൊണ്ടുവന്നു, GST. Earlier indirect tax study, manufacture of excisable goods charge excise duty and VAT on interstate sale of goods. Okay, നേരത്തെ എക്സൈസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, വാറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി ടാക്സുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ചേർത്ത് ഗുഡ്സിനകത്ത് എല്ലാം, ഗുഡ്സിനും സർവീസിനും എല്ലാം കൂടെ ചേർത്ത് എന്ത് വന്നു, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. Earlier system various indirect tax levied are not necessarily mutually exclusive. Okay, so
ഇയർലിയർ നമുക്ക് എന്താണ് ഒരു ഒന്നും എല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ദാറ്റ് മീൻസ് ഒരു ടാക്സ് കളക്ട് ചെയ്യുകയാണെങ്കിൽ മറ്റേത് ടാക്സ് കളക്ട് ചെയ്യില്ല എന്ന രീതിയിലായിരുന്നില്ല. നോട്ട് എല്ലാ ടാക്സും തന്നെ എല്ലാം നോട്ട് നെസസറിലി മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ദാറ്റ് മീൻസ് ഡബിൾ ടാക്സേഷൻ സംടൈംസ് ഒരു ടാക്സ് അടച്ചാലും മറ്റേ ടാക്സ് കൂടെ അടയ്ക്കേണ്ട ഒരു രീതിയിലായിരുന്നു. ദാറ്റ് മീൻസ് ചില കേസിൽ ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നതിലൊക്കെയുള്ള ഇഷ്യൂസ് ആയിരുന്നു. അങ്ങനെയുള്ള ആ ഡെഫിഷ്യൻസീസ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏർലിയർ സിസ്റ്റത്തിലുള്ള ഡെഫിഷ്യൻസീസ് എല്ലാം റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് എന്തിലേക്ക് വന്നിരിക്കുന്നത്, ഒരു പുതിയ സിസ്റ്റമായിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സെൻമാർക്ക് ക്രെഡിറ്റ് ആപ്ലിക്കബിൾ only at the manufacturing level and not at distribution level. ഓക്കെ, സോ ഇതായിരുന്നു മാനുഫാക്ചറിംഗ് ലെവലിൽ മാത്രമേ സെൻമാർക്ക് ക്രെഡിറ്റ് കിട്ടുള്ള. ഡിസ്ട്രിബ്യൂഷൻ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും സെൻമാർക്ക് ക്രെഡിറ്റ് കിട്ടില്ലായിരുന്നു ഏർലിയർ. ഓക്കെ, സെൻട്രൽ എക്സൈസ് ദാറ്റ് മീൻസ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി. സോ ആ ഒരു സെനാരിയോയിൽ സെൻമാർക്ക് ക്രെഡിറ്റ് കിട്ടുമായിരുന്നു. ബട്ട് ഡിസ്ട്രിബ്യൂഷൻ ലെവലിലേക്ക് വരുമ്പോൾ എന്താണ് സെൻമാർക്ക് ക്രെഡിറ്റ് എലിജിബിൾ ആകത്തില്ല. ദാറ്റ് മീൻസ് എന്താണ് വീണ്ടും ടാക്സ് ചെയ്യുന്നൊരു രീതിയിലേക്ക് വരുമായിരുന്നു. ആ ഡെഫിഷ്യൻസീസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, GST റെക്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ബെനിഫിറ്റ്സ് ഓഫ് GST ഒരു തിയറിയാണ്, തിയറി ക്വസ്റ്റ്യൻ ആണ്. ക്രിയേഷൻ ഓഫ് യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റ്. ദെൻ മിറ്റിഗേഷൻ ഓഫ് ഇൽ എഫക്ട്സ് ഓഫ് കാസ്കേഡിംഗ്. ഓക്കെ, ബൈ സബ്സർവിങ് മോസ്റ്റ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ടാക്സസ്. ഓക്കെ, GST വന്നപ്പോഴത്തേക്കും കുറേ ഇതിനും ഉണ്ടായിരുന്ന കുറേ ടാക്സസ് എല്ലാം കൂടെ എന്താണ് GST അണ്ടറിലേക്ക് സബ്സം ചെയ്തു. അതുകൊണ്ട് എന്താണ് സോ ഓൾറെഡി ഉണ്ടായിരുന്ന പല ടാക്സിൻ്റെയും ഇൽ എഫക്ട്സും കാസ്കേഡിങ് എഫക്റ്റും എല്ലാം ഡബിൾ ടാക്സേഷനും എല്ലാം തന്നെ ഇതിനകത്ത് വന്നു. ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും കുറയ്ക്കാൻ സാധിച്ചു. എലിമിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ടാക്സ് ആൻഡ് ഡബിൾ ടാക്സേഷൻ. ഓക്കെ, GST ഹാസ് സബ്സംഡ് മെജോറിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് ടാക്സ്. അതുകൊണ്ട് തന്നെ എന്താണ് മൾട്ടിപ്പിൾ ടാക്സസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാറി ഡബിൾ ടാക്സേഷനും ഒഴിവാക്കി കിട്ടി. ബൂസ്റ്റ് ടു മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്, ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് റവന്യൂ. ഓക്കെ, ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് റവന്യൂ. സോ എന്തൊക്കെയായിരുന്നു, ക്രിയേഷൻ ഓഫ് യൂണിഫൈഡ് നേഷൻ ദാറ്റ് മീൻസ് വൺ നേഷൻ വൺ ടാക്സ്. യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റ് ദാറ്റ് മീൻസ് ഓരോ എല്ലായിടത്തും എന്താണ് ഒരേ ടാക്സ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യ ഒട്ടുക്കെ ദാറ്റ് മീൻസ് ഒറ്റ മാർക്കറ്റായിട്ട് നമുക്ക് പരിഗണിക്കാം. ദെൻ കാസ്കേഡിംഗ് എഫക്റ്റ് കുറച്ചു, ഇൽ എഫക്റ്റ്. ദെൻ മൾട്ടിപ്പിൾ ടാക്സസ് ആൻഡ് ഡബിൾ ടാക്സേഷൻ കുറച്ചു. മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് ബൂസ്റ്റ് കുറച്ചുകൂടെ ബൂസ്റ്റ് ടു മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്, ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് റവന്യൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടൻറ്റ്, ടാക്സസ് സബ്സംഡ്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ ഈ GST വന്നപ്പോഴത്തേക്കും ഏതൊക്കെ ടാക്സസ് ആണ് അതിനകത്തോട്ട് സബ്സം ചെയ്തിരിക്കുന്നത്. ഓക്കെ, സെൻട്രൽ ടാക്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽ ടാക്സ്, CVD and special CVD, countervailing duty and special countervailing duty, special additional duties of customs. Okay, central surcharges and cesses. Okay, നമുക്കറിയാവുന്നതാണ് സെൻട്രൽ സർചാർജസ് ആയിട്ടുള്ള കൃഷി കല്യാൺ സെസ്, സ്വച്ഛ് ഭാരത് സെസ്, അങ്ങനെയുള്ള സെസ് എല്ലാം തന്നെ ഇതിനകത്തോട്ട് വന്നപ്പോഴത്തേക്കും GST വന്നപ്പോഴത്തേക്കും തന്നെ എന്താണ് അതിനകത്തേക്ക് സബ്സിഡി. ദാറ്റ് മീൻസ് ഇപ്പോൾ ആ സെസസ് ഇല്ല. ദെൻ സ്റ്റേറ്റ് ടാക്സസ് ആണെങ്കിൽ VAT അല്ലെങ്കിൽ സെയിൽ ടാക്സ്, entry of your local body taxes, tax on lottery, betting and gambling, purchase tax, luxury tax and tax on advertisement, entertainment tax, except those levied by local bodies. So local bodies collect ചെയ്യുന്ന entertainment tax ഇപ്പോഴും എന്താണ് സബ്സം ചെയ്തിട്ടില്ല. except those local bodies collect ചെയ്യുന്ന entertainment tax ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദെൻ സ്റ്റേറ്റ് സർചാർജ്, സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ലെവി ചെയ്തുകൊണ്ടിരുന്ന സർചാർജസും സെസ്സും എല്ലാം തന്നെ എങ്ങോട്ട് സബ്സം ചെയ്തു അല്ലെങ്കിൽ എന്തിൻ്റെ അണ്ടറിലേക്ക് പോയി, GST അണ്ടറിലേക്ക് പോയി. ദെൻ നെക്സ്റ്റ് വൺ, ടാക്സസ് നോട്ട് ടു ബി സബ്സംഡ്, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, ദെൻ എക്സൈസ് ഡ്യൂട്ടി ഓൺ ആൽക്കഹോൾ, എക്സൈസ് ഡ്യൂട്ടി ഓൺ പെട്രോളിയം പ്രൊഡക്ട്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് പ്രോപ്പർട്ടി ടാക്സ്, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി. സോ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഇപ്പോഴും നോട്ട് that means ഈ ടാക്സസ് GST ഉണ്ടെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നോട്ട് സബ്സംഡ് അണ്ടർ GST. Then next one, Constitution of India. Okay. India has a three-tier federal system comprising of union government, state government and local government. Okay, so നമുക്കറിയാം യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ദെൻ ലോക്കൽ ഗവൺമെന്റ്, നമുക്ക് പഞ്ചായത്തുകൾ അങ്ങനെയുള്ള ഗവൺമെന്റ്സ് അവിടെയും ഒക്കെ എന്താണ് ഇലക്ഷൻ കാര്യങ്ങൾ നടത്തുക, അവിടെയും ഒരു ലോക്കൽ ബോഡീസ് ഉണ്ട്. അങ്ങനെ ലോക്കൽ ഗവൺമെന്റ്. Constitution of India is the supreme law of India. All other laws are subordinate to it. Constitution of a preamble, 25 parts containing
for 48 articles and 12 schedules. Power to levy and collect tax emerges from Constitution of India. If any law is not in conformity with the Constitution, it is called ultra vires and illegal and void. Okay. So, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് അല്ലെങ്കിൽ കംപ്ലൈ ചെയ്യാത്ത ഏത് ലോയും എന്താണ് അൾട്രാ വയർസ് അല്ലെങ്കിൽ ഇല്ലീഗൽ അല്ലെങ്കിൽ വോയിഡ് എന്ന് പറയും. Constitutional provisions for taxation. Okay. Article 265 state that no tax has been levied or collected except by authority of law. Okay. So, ഒരു ലോയുടെ അല്ലെങ്കിൽ അതോറിറ്റി ഇല്ലാതെ എന്താണ് ഒരു ടാക്സും കളക്ട് ചെയ്യാൻ പറ്റില്ല. Then Article 245 power to enact law is conferred on Parliament and state legislature. It states that the Parliament may make laws for whole or any part of the territory of India and state legislature may make laws for whole or any part of the state. നമുക്കറിയാവുന്നതാണ് സെൻട്രൽ ഗവൺമെന്റ് ഇന്ത്യ മൊത്തത്തിലുള്ള ഒരു നിയമം അല്ലെങ്കിൽ പാർലമെന്റ് ലോസ് ഫോർ ഇന്ത്യ മൊത്തത്തിലുള്ളത് അല്ലെങ്കിൽ ടെറിട്ടറി ഓഫ് ഇന്ത്യ മൊത്തം കവർ ചെയ്യുന്ന രീതിയിൽ സോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ അതാത് സ്റ്റേറ്റിന് വേണ്ട ലോസ് ഫോർമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ. No law made by Parliament shall be deemed to be invalid on the ground that it would have extra territorial operation. Okay. Then Article 246. Article 246. It gives the respective authority to union and state government to levy tax. 7th schedule classified 3 list. Okay. First one, union list. Central government exclusive right. Okay. Central government in a parliament അല്ലെങ്കിൽ central government in a exclusive right ഉള്ളതാണ് in the first list one അല്ലെങ്കിൽ union list. Then state list mandate on which state list, that means state government in a exclusive right. Then concurrent list mandates on with both parliament and state, that means central government ഇനും state government ഇനും ഒരേപോലെ തന്നെ ആ power to make laws. Okay. രണ്ടുപേർക്കും ഒരേപോലെ. സോ നമുക്കറിയാം പല ഡിസ്കഷനും എല്ലാം കാണുന്നത് യൂണിയൻ ലിസ്റ്റ് ആണ്, അത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്, അത് കൺകറന്റ് ലിസ്റ്റ് ആണ് അങ്ങനെയൊക്കെ പറയുന്നത്. സോ ഇതിന്റെ പുറത്താണത് ആർട്ടിക്കിൾ 246 ബേസിസിലാണ്. സോ യൂണിയൻ ലിസ്റ്റ് മീൻസ് സെൻട്രൽ ഗവൺമെന്റിന് എക്സ്ക്ലൂസീവ് പവർ. ഓക്കെ. സെൻട്രൽ ഗവൺമെന്റിന് എക്സ്ക്ലൂസീവ് പവർ, ദാറ്റ് മീൻസ് അവർക്ക് മാത്രമേ അതിനകത്ത് ലോസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ് ഗവൺമെന്റിന് സ്റ്റേറ്റ് ലിസ്റ്റ് മീൻസ് സ്റ്റേറ്റ് എക്സ്ക്ലൂസീവ് പവർ ഗിവൺ ടു സ്റ്റേറ്റ്. ദെൻ കൺകറന്റ് ലിസ്റ്റ് മീൻസ് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ഒരേപോലെ തന്നെ പവർ കൊടുത്തിരിക്കുന്നതാണ് ഇത് concurrent list. Okay. Article 246A subsection 1 concurrent power to levy GST has been given to Parliament and state. That means 246A1 so GST എന്താണ് concurrent list ആണ്. അതുകൊണ്ട് എന്താണ് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും ലെവി ചെയ്യാനുള്ള പവർ അതോറിറ്റി ഉണ്ട്. Okay. So 246 capital A subsection 2 ലാണ് exclusive power for Parliament to levy IGST on intrastate. Okay. So central government ആണ് IGST എന്നാ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അത് ആർക്കാണ്? ഇന്റർ സ്റ്റേറ്റ്. ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടക്കുമ്പോഴാണ് നമ്മൾ അത് ചെയ്യുന്നത്. അത് ആർക്കാണ് എക്സ്ക്ലൂസീവ് പവർ ഗിവൺ ടു പാർലമെന്റ്. സെൻട്രൽ ഗവൺമെന്റിനാണ് IGSTക്ക് എക്സ്ക്ലൂസീവ് പവർ കൊടുത്തിരിക്കുന്നത്. Then structure of GST in India. CGST, Central Goods and Service Tax levied and collected by central government. Then CGST levied and collected by state government. UTGST, Union Territory Goods and levied and collected by Union Territories. IGST, Integrated Goods and Service tax levied by center on all inter-state supplies. Okay. So SGST കാര്യം ശ്രദ്ധിക്കാം. All state government and union territories with state legislation. Okay. So union territory with state legislation എന്താണ്? CGST ആണ് applicable ആകുന്നത്. Then so ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളെ സപ്ലൈ എന്താണെന്നൊക്കെ ഉള്ള നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇൻഡെപ്ത് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ
ഇന്ത്യൻ സെനാരിയോയിൽ ജി എസ് ടിയുടെ സ്ട്രക്ചർ വരുന്നതാണ്. സപ്ലൈയുടെ ബേസിസിലാണ് ജി എസ് ടി സ്ട്രക്ചർ. സോ നമുക്ക് സപ്ലൈ രണ്ടായിട്ട് തിരിക്കുകയാണ്. സോ സപ്ലൈ രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇൻട്രാസ്റ്റേറ്റ് supply, then interstate supply. So intrastate supply means supply within one state or supply within one union territory. Then interstate supply means supply between different states or supply between different union territories. So intrastate supply ആണെങ്കിൽ നമുക്ക് applicable ആകുന്നത് CGST plus SGST ആണ്. സോ സ്റ്റേറ്റ് ആണെങ്കിൽ, ദെൻ സ്റ്റേറ്റ് അല്ല യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ UT GST, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ്. ഓക്കെ, സോ യൂണിയൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നോക്കുക, നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു CGST ആപ്ലിക്കബിൾ ആകുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് കളക്ടഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ യൂണിയൻ ടെറിട്ടറീസ് വിത്ത് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. ഇതൊന്ന് ശ്രദ്ധിക്കാം. ഒന്ന് നോക്കാം, നമ്മൾ ഇന്ത്യയുടെ സെനാരിയോ എടുക്കുകയാണെങ്കിൽ 28 states plus 8 union territories. So 8 union territories, 3 union territories. ഇത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ആണ്, യൂണിയൻ ടെറിട്ടറീസ് വിത്ത് സ്റ്റേറ്റ്. സോ ഇവിടെ രണ്ടിടത്തും ഒരു ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ നടന്നാൽ എന്തൊക്കെയാണ് അട്രാക്ട് ചെയ്യുന്നത്? CGST കളക്ട് ചെയ്യും പ്ലസ് SGST. ഓക്കെ, സോ ഈ 3 യൂണിയൻ ടെറിട്ടറീസ് വിത്ത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ വരുന്നത് ഡൽഹി, പുതുച്ചേരി, ജമ്മു ആൻഡ് കാശ്മീർ. സോ ഈ 3 യൂണിയൻ ടെറിട്ടറീസിലും എന്താണ് ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ദാറ്റ് മീൻസ് ആ സ്റ്റേറ്റിൽ തന്നെ സപ്ലൈ നടന്നാൽ CGST പ്ലസ് SGST ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. ദെൻ ഇവിടെയാണെന്നുണ്ടെങ്കിൽ CGST പ്ലസ് UT GST ആയിരിക്കും. ദാറ്റ് മീൻസ് 8 ഈ 5 എന്തായിരിക്കും? 5 യൂണിയൻ ടെറിട്ടറീസ് വിത്തൗട്ട് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ. വിത്തൗട്ട് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ആയിരിക്കും ഈ 5 യൂണിയൻ ടെറിട്ടറീസ്. അവിടെ എന്തായിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്? SGSTക്ക് പകരം UT GST, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സോ ഇതിനകത്ത് ഈ 5 യൂണിയൻ ടെറിട്ടറീസ് വരുന്നത് ഫസ്റ്റ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, Andaman and Nicobar Islands, then Lakshadweep, then Ladakh, Chandigarh, next one Dadra and Nagar Haveli and Daman and Diu. Okay. So ഇതാണ്
ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ വരുന്നത് CGST പ്ലസ് SGST വരുന്ന SGST വരുന്ന ആപ്ലിക്കബിൾ ആകുന്നത് 28 സ്റ്റേറ്റ്സിനും 3 യൂണിയൻ ടെറിട്ടറീസ് വിത്ത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ അവർക്കെല്ലാം എന്താണ് CGST SGST ആണ് ഇൻട്രാസ്റ്റേറ്റ്. ദെൻ റിമൈനിങ് 5 യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ CGST പ്ലസ് UT GST. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഒരു ഇത് അടുത്തത് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആർക്ക് മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ, സെൻട്രലിനാണ് IGST ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, സോ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് വേറൊരു യൂണിയൻ ടെറിട്ടറിയിലേക്കോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കോ ഏത് രീതിയിലാണെങ്കിലും ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ 2 യൂണിയൻ ടെറിട്ടറീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കളക്ട് ചെയ്യുന്നത് എന്താണ്, IGST. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. Then goods and service tax, GST. Goods and service tax means any tax on supply of goods or services or both, except on alcoholic liquor for human consumption. So then presently GST is levied on all goods and services except alcoholic liquor for human consumption and some petroleum products. So നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എപ്പോഴും ഭയങ്കര പെട്രോളിനും ഡീസലിൻ്റെ വില കൂടുന്നു, GSTയിൽ പെടുത്തണം, GSTയിൽ പെടുത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, വില കുറയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും ന്യൂസൊക്കെ കാണുന്നതാണ്. ഓക്കെ, സോ ഇന്ത്യൻ സെനാരിയോയിൽ നോക്കുക, GST will be levied on petroleum products, high speed diesel, petroleum crude, motor spirit, aviation turbine fuel, natural gas from notified date on recommendation of GST Council. Okay, so ഒന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്ത്യൻ സെനാരിയോയിൽ GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഓൺ സപ്ലൈ. ഓക്കെ, സപ്ലൈ എന്താണെന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പഠിക്കും. സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത്. സോ ഒന്നുകിൽ ഗുഡ്സ് മാത്രമാകാം സപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ സർവീസ് മാത്രമാകാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ആകാം. എക്സെപ്റ്റ്. ഓക്കെ, സോ പിന്നെ അതിനുശേഷം എന്താണ് എക്സെപ്റ്റ്, രണ്ട് കാര്യങ്ങളാണ് എക്സെപ്ഷൻ ലിസ്റ്റിൽ വരുന്നത്. ആൽക്കഹോളിക് liquor for human consumption. Alcoholic liquor for human consumption. ഇതൊന്ന് ശ്രദ്ധിക്കുക. സോ GST ഇന്ത്യൻ സെനാരിയോയിൽ GST ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് സർവീസ് ഓർ ബോത്ത്, രണ്ട്, ഒന്നുകിൽ ഗുഡ്സ് മാത്രം അല്ലെങ്കിൽ സർവീസ് മാത്രം അല്ലെങ്കിൽ രണ്ടും കൂടെ കൊടുത്താലും എന്ത് അട്രാക്ട് ചെയ്യും, GST അട്രാക്ട് ചെയ്യും. പക്ഷേ എന്തിനകത്തില്ല, ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ആൽക്കഹോളിക് ലിക്കർ ഹ്യൂമൻ കൺസംഷൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്, GSTയുടെ പെർവ്യൂവിന് പുറത്താണ്. ദാറ്റ് മീൻസ് ചില മെഡിസിൻസിനെല്ലാം ലിക്കറിന്റെ ഒരു അംശം അല്ലെങ്കിൽ ലിക്കർ അതിനകത്ത് ചേർന്നിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ ചേർന്നിട്ടുണ്ട്. നമുക്ക് പറയാം സാനിറ്റൈസറിനകത്ത് എന്താണ് ആൽക്കഹോൾ ചേർന്നിട്ടുള്ള, ആൽക്കഹോൾ ഇത്ര പെർസെൻറ്റേജ് ചേർന്നിട്ടുള്ളതാണ്. സോ അതല്ല പറയുന്നത്, ഹ്യൂമൻ കൺസംഷൻ. ദാറ്റ് മീൻസ് പക്ക നമ്മൾ ഹ്യൂമൻ കുടിക്കുന്ന ലിക്കറിനാണ് എന്ത് ചെയ്യുന്നത് എക്സെപ്ഷൻ വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് അതിനകത്ത് എന്തില്ല, അതൊരു ഗുഡ്സ് ആണെങ്കിലും GST ഇല്ല. പ്ലസ് പെട്രോളിയം പ്രോഡക്ട്സ്, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്താണ്, ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് GST ആണ്. ബട്ട് ഈ പെട്രോളിയം, ഈ പറയുന്ന സെർട്ടൻ പെട്രോളിയം പ്രോഡക്ട്സ് എന്താണ്, ഫോർ ദ ടൈം ബീയിങ് ഇപ്പോഴെന്താണ് സ്കോപ്പിന് പുറത്താണ്. എന്നാണോ GST കൗൺസിൽ കൂടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്, GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്താൽ സെൻട്രൽ ഗവൺമെന്റ് അത് അംഗീകരിച്ചാൽ അന്ന് മുതൽ എന്താവും, ഈ പെട്രോളിയം പ്രോഡക്ട്സ് ആയിട്ടുള്ള, ഈ പറയുന്ന പെട്രോളിയം പ്രോഡക്ട്സ് ആയിട്ടുള്ള ഹൈ സ്പീഡ് ഡീസൽ, പെട്രോളിയം ക്രൂഡ്, മോട്ടോർ സ്പിരിറ്റ്, ATF,
aviation turbine fuel and natural gas. Okay. So ഇത്രയും കാര്യങ്ങൾ എന്നാണോ ഇപ്പൊ റൈറ്റ് നൗ എന്താണ്? സോ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്താണ്? ജി എസ് ടിയുടെ പരിധിയിലേ വരുന്നില്ല. ബട്ട് പെട്രോളിയം പ്രോഡക്ട്സ്, ദാറ്റ് മീൻസ് നമുക്ക് വേണമെങ്കിൽ ഇതൊരു HPMAN. സോ ഇത് എന്നാണോ ജി എസ് ടി കൗൺസിൽ കൂടിയിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്നത് അന്ന് മുതൽ എന്താകും? പെട്രോളിയം പ്രോഡക്ട്സ് എല്ലാം തന്നെ എന്തിന് അണ്ടറിലേക്ക് വരും? ജി എസ് ടിയുടെ അണ്ടറിലേക്ക് വരും. ഓക്കെ. സോ ദാറ്റ് മീൻസ് ടാക്സ് ഓൺ സപ്ലൈ ഓഫ് ഓൾ ഗുഡ്സ്, സർവീസസ് ആൻഡ് ഓർ ബോത്ത്. ഓക്കെ. സോ ഒന്നിൽ ഗുഡ്സ് മാത്രമാകാം, അല്ലെങ്കിൽ സർവീസ് മാത്രമാകാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ആകാം. പക്ഷേ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ എന്തിന്റെ പരിധിയിൽ വരുന്നില്ല? ജി എസ് ടിയുടെ പരിധിയിൽ വരുന്നില്ല. പെട്രോളിയം പ്രോഡക്ട്സ്, ഹൈ സ്പീഡ് ഡീസൽ, പെട്രോളിയം ക്രൂഡ്, മോട്ടോർ സ്പിരിറ്റ്, aviation turbine fuel plus natural gas for the time being എന്തിന്റെ സ്കോപ്പിന് പുറത്താണ് ജി എസ് ടി. സോ ഒരു കാരണവശാലും ജി എസ് ടിയുടെ പെടുത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ പോലെ ഇത് എന്നാണോ ജി എസ് ടി കൗൺസിൽ കൂടി റെക്കമെൻഡ് ചെയ്ത് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്നത് അന്ന് മുതൽ എന്തായിരിക്കും? പെട്രോളിയം, ദാറ്റ് മീൻസ് നമ്മുടെ പെട്രോളും എല്ലാം എന്തിന്റെ അണ്ടറിൽ വരും? ജി എസ് ടിയുടെ അണ്ടറിൽ വരും എന്നാണ് എന്ത് പ്രൊവിഷൻ വെച്ചിരിക്കുന്നത്. Then classification of goods and services. Theory question. HSN. Harmonized system of nomenclature is used for classifying the goods under GST. Chapter referred in rate schedules for goods are chapters of first schedule of Customs Tariff Act 1975. A new scheme of classification of service has been devised where the services of various description have been classified under various sections, heading and groups. Each group consists of various service code, that is tariff. Okay. So HSN goods ആണെങ്കിൽ HSN കോഡും മറ്റേ സർവീസസ് ആണെങ്കിൽ വേരിയസ് താരിഫ്. ഓക്കെ. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജി എസ് ടി കൗൺസിലിന്റെ റെക്കമെൻഡേഷൻ. ഓക്കെ. സോ വെരി ഇമ്പോർട്ടൻറ്റ്. ജി എസ് ടി കൗൺസിൽ എന്താണെന്നുള്ളത് പറയുന്നത് ആർട്ടിക്കിൾ 279 ക്യാപിറ്റൽ എ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 279 ക്യാപിറ്റൽ എ empowers president to constitute a joint forum, center and state. Okay. President constituted GST Council on 15 September 2016. Okay. So GST Council ആരൊക്കെ വേണമെന്നുള്ള chairman. So Union Finance Minister ആയിരിക്കും. Right now Nirmala Sitharaman. Members Union Minister. ഓരോ സ്റ്റേറ്റിന്റെ യൂണിയൻ മിനിസ്റ്റർ, ചാർജ് ഇൻ റവന്യൂ ഓർ ഫിനാൻസ്, മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ്, ടാക്സേഷൻ ഓർ എനി അതർ മിനിസ്റ്റർ nominated by each state or and union territories with state legislator. Okay. So ഓരോ മെമ്പേഴ്സ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററും ഓരോ സ്റ്റേറ്റിലെയും യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഇൻചാർജ് ആയിട്ടുള്ളവരും. ദെൻ കോറം, ഒരു മീറ്റിങ്ങിന്റെ കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% അല്ലെങ്കിൽ 1/2 നമ്പർ ഓഫ് മെമ്പേഴ്സ്. ടോട്ടൽ മെമ്പേഴ്സിന്റെ പകുതിയെങ്കിലും ആയിരിക്കണം എന്ത് എൻ്റെ ഒരു ജി എസ് ടി കൗൺസിലിന്റെ കോറം. മെജോറിറ്റി ഫോർ ഡിസിഷൻ, അതിനകത്തൊരു ഡിസിഷൻ എടുക്കുന്ന മെജോറിറ്റി വേണത്. Every decision is GST Council is taken by a majority not less than 3/4 of the weighted votes of the member present and voting. So votes of center has a weight of 1/3 of total votes cast, and vote of all state together a weight of 2/3 of total vote cast in the meeting. In that meeting. സോ നോക്കാം, ടോട്ടൽ മെമ്പേഴ്സിന്റെ പകുതിയാണ് കോറം. ദെൻ ഒരു ഡിസിഷൻ പാസ്സാകണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ മെജോറിറ്റി നോട്ട് ലെസ് ദാൻ, ഓക്കെ, കൗൺസിൽ ഹാസ് ഗിവൺ എ മെജോറിറ്റി നോട്ട് ലെസ് ദാൻ 1/3 3/4 ഓഫ് വെയ്റ്റഡ് വോട്ട്സ് ഓഫ് മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. സോ മിക്ക നമ്മൾ കേട്ടിട്ടുണ്ടാവും ജി എസ് ടി കൗൺസിലും പെട്രോളിയം പ്രോഡക്ട്സ് ജി എസ് ടിയുടെ പരിധിയിൽ വരുത്തണം എന്ന് പറയുന്നത്. സോ ഓരോ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, ബിക്കോസ് സ്റ്റേറ്റിന്റെ റവന്യൂ അത്രത്തോളം കുറയും പെട്രോളിയം പ്രോഡക്ട്സ് ജി എസ് ടിയിലേക്ക് പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേറ്റ്. സോ അങ്ങനെ ഒരു ഡിസിഷൻ, മെജോറിറ്റി ഡിസിഷൻ അല്ലെങ്കിൽ ജി എസ് ടി കൗൺസിൽ റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ 3/4 മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഡിസിഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാൻ, ഇവിടെ എന്താണ് ജി എസ് ടി കൗൺസിൽ റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ പാസ്സാണെങ്കിൽ വെയ്റ്റഡ് 3/4 ഓഫ് വെയ്റ്റഡ് വോട്ട്സ് ഇൻ ഫേവർ ആയിരിക്കണം, അല്ലെങ്കിൽ ഡിസിഷൻ ഫേവർ ആയിരിക്കണം. ഓക്കെ. ദെൻ functions, make recommendations to union and states on important issues like taxes, cess, surcharges, etc.
goods and service that may be subjected to exempt from GST. So cess എടുക്കണോ വേണ്ടോ എല്ലാം തന്നെ തീരുമാനിക്കുന്നതാണ്. ഓൾറെഡി പറഞ്ഞു ഇതൊരു കൺകറന്റ് യൂണിറ്റ്. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ് സെൻട്രലിൽ നിന്നും ചെയർമാനും ഉണ്ട്, ഓരോ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ ഇൻചാർജ് ആയിട്ടുള്ളവരുണ്ടാവും. സോ അവർ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, GST കൗൺസിലിനകത്ത് ഓരോ GST എക്സംഷൻ കൊടുക്കണോ വേണ്ടയോ, model GST law, principle of levy, appointment of GST, and other principles that govern the place of supply, threshold limit of turnover below which goods and services may be exempted, rate of GST. Okay. So ഇതെല്ലാം തന്നെ ആരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ഫംഗ്ഷൻ ആണ്, GST കൗൺസിലാണ് തീരുമാനിക്കുന്നത്. GST കൗൺസിൽ. Then GST common portal. എല്ലാവർക്കും അറിയാം GST common portal. Common GST electronic portal ആണെന്ന് www.gst.gov.in. A website made by a goods and service network has been set by central government to establish uniform interface. Okay. So നമുക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും എന്താണ് ഈ പറയുന്ന പർട്ടിക്കുലർ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ആണെങ്കിലോ റിട്ടേൺസ് ഫയൽ ചെയ്യാനോ GST പേയ്മെന്റ് നടത്താനോ അങ്ങനെയുള്ള എല്ലാത്തിനും എന്താണ് ഒരു സിംഗിൾ യൂണിഫോം ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് gst.gov.in. This portal is the one single common portal for all GST related services. All GST related services. All GST related services. Okay. So GST ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സർവീസും ഇവിടെ പ്രൊവൈഡ് ചെയ്യും gst.gov.in. It acts as clearing house for various claims, inform the respective governments to transfer the funds. Okay. സോ നമ്മളത് പിന്നീട് ഡിസ്കസ് ചെയ്യും. ഓരോ സ്റ്റേറ്റ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും IGST ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് എന്താണ് ഇതിനകത്താണ്. A common GST system provide linkage to all state, union, territory, commercial tax departments, central tax authorities, taxpayers, bank and authority, and other stakeholders. Okay. Then it is accessible over the internet by taxpayer and their chartered accountants അല്ലെങ്കിൽ tax advocates, over internet by tax officials, etc. ആർക്കാണെങ്കിലും gst.gov.in അവരുടെ യൂസർ ID പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഫെസിലിറ്റി ഉള്ളവർക്കെല്ലാം തന്നെ ഈ പറയുന്ന പർട്ടിക്കുലർ സർവീസ് എല്ലാം തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. സോ 3 ഫ്രണ്ട് എൻഡ് സർവീസസ് രജിസ്ട്രേഷൻ. സോ പുതിയതായിട്ട് ഒരാൾക്ക് രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നമ്മൾ വരുന്നത് ഈ പറയുന്ന പർട്ടിക്കുലർ സൈറ്റിലാണ് gst.gov.in. പേയ്മെന്റ് റിട്ടേൺസ് GST 1 3B ഒക്കെ ഫയൽ ചെയ്യാനും എല്ലാ റിട്ടേൺസ് അല്ലെങ്കിൽ പേയ്മെന്റിനും എല്ലാത്തിനും എല്ലാം നമ്മൾ എന്താണ് ഈ പറയുന്ന പർട്ടിക്കുലർ സൈറ്റിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേയ്മെന്റ് നടത്തുന്നത്. ഓക്കെ. സോ രജിസ്ട്രേഷൻ ആണെങ്കിലും GST പേയ്മെന്റ് ആണെങ്കിലും റിട്ടേൺസ് ഫയൽ ചെയ്യാനും എല്ലാം തന്നെ ഈ പർട്ടിക്കുലർ സൈറ്റ് www.gst.gov.in. Then goods and service tax network, GSTN. GSTN is a non-government private limited company formed under Section 80 for the Companies Act 2013. It is the backbone of technology used in GST. Okay. GST using technology the backbone ആണ്. Then the functions facilitating registration, then forwarding returns to central government, state government authorities, computation and settlement of IGST payment, matching tax payment details with banking networks, providing various management information system report to central government, state government based on taxpayer return information, creation of challan for tax payment, providing analysis of taxpayers profile, running matching engine for matching, reversal, reclaim of input tax credit. Okay. So ഇതെല്ലാം നമുക്ക് പോസിബിൾ ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്കിലൂടെയാണ്. Then GST compensation cess. GST compensation to states. Okay. Act 2017 provide for a mechanism to compensate the state on account of loss of revenue which may be arised due to implementation of GST for a period of 5 years. Okay. For a period of 5 years. It is levied by central government on notified goods only on intra or interstate supply provide for compensation to states. Okay. It is levied on specific luxury items or demerit goods like pan masala, tobacco, etc. Okay. So that means സ്റ്റേറ്റിലേക്ക് ഒരു പുതിയതായിട്ടൊരു ആക്ട് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും സ്റ്റേറ്റിനുണ്ടാകുന്ന റവന്യൂ ലോസ് പരിഹരിക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ഇന്റർ സ്റ്റേറ്റിനോ ഇൻട്രാ സ്റ്റേറ്റിനോ സോ ലക്ഷറി ഐറ്റംസ് അല്ലെങ്കിൽ
harmful items എല്ലാം ചാർജ് ചെയ്യുന്നതാണ് എന്ത് GST compensation cess. എന്തുകൊണ്ട് ഉദ്ദേശം എന്താണ് ഓരോ അതാത് സ്റ്റേറ്റിനും GST ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ട് ഉണ്ടാകുന്ന ലോസ് ഇത് for a period of 5 years ആണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. Then GST Subhidha Provider, GSP Application Service Provider, ASPS. Okay. GST has selected certain information technology and information technology enabled services and financial service technology companies to be called GST Subhidha Providers. ASPS develop applications to be used by taxpayers for interacting with GSTN. Okay, GSTN ആയിട്ട് interact ചെയ്യാൻ വേണ്ട application software എല്ലാം provide ചെയ്യുന്നതാണ് GSPS ആണ്. Facilitate the taxpayers in uploading invoices as well as filing returns and act as a single stop for GST related services. They customize the products that address need of different segment of users. GSPS may take the help of application service providers, act as link between taxpayers and GSPs. Okay. GSPS. So ഇത്രയാണ് നമ്മുടെ ഒരു GST സുവിധ പ്രൊവൈഡർ തിയറിയാണ്. ഇത് രണ്ടും തിയറിയാണ്. ദെൻ നമ്മുടെ GSTയിലെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടന്നിട്ടില്ലായിരുന്നു. ജസ്റ്റ് എന്നാലും ഇന്നത്തെ ചാപ്റ്ററിൽ പറയുന്ന ഒരു മേജർ ഏരിയ ആണ് ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ്. ഓക്കെ, ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ്. There is a specified order in which ITC input tax credit should be utilized. Okay, so input tax credit utilize ചെയ്യാനായിട്ടൊരു specified order പറയുന്നുണ്ട്. So input tax credit on IGST. Okay, first IGST credit should be utilized towards IGST. Okay, the first it should be utilized against IGST payment and then towards CGST or SGST or UTGST, as the case may be, SGST or UTGST in any order or in any proportion. Okay. So input tax credit IGST against input tax first IGST payment use ചെയ്യണം. Then മിച്ചമുള്ളത് CGST against SGST against UTGST against any order any proportion. Very important. 2 വർഷം മുമ്പ് വന്ന അമെൻമെന്റ് ആണ്, ലാസ്റ്റ് ഇയർ മുമ്പ് വന്ന അമെൻമെന്റ് ആണ്. അതിനു മുമ്പ് വരെ ഈ രീതിയിലായിരുന്നില്ല. Then after ITC of IGST fully utilized, enter IGST utilized, ITC of CGST credit ഉള്ളത് ആദ്യം CGST ക്ക് against പിന്നെ IGST. Okay. Then thereafter ITC credit of SGST. So ഇതിനൊക്കെ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഇതിൻ്റെയൊക്കെ നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. SGST അല്ലെങ്കിൽ UTGST ക്രെഡിറ്റ് ഉള്ളതെങ്കിൽ ഫസ്റ്റ് utilized, SGST ക്ക് അഗെയിൻസ്റ്റോ UTGST ക്ക് അഗെയിൻസ്റ്റോ യൂട്ടിലൈസ് ചെയ്യും. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം എന്തിന് അഗെയിൻസ്റ്റ് യൂട്ടിലൈസ് ചെയ്യും? IGST പേയ്മെന്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് should be utilized, IGST credit should be utilized towards IGST payment and then towards payment of CGST and SGST or UTGST in any order in any proportion. So ഏത് ഓർഡറിലും ആകാം, ഏത് പ്രൊപ്പോർഷനിലും ആകാം. After entire ITC of IGST utilized, ITC of CGST should be utilized for payment of CGST and IGST in that order. So that means IGST credit on CGST credit ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം CGST പേ ചെയ്യാനും ദെൻ മിച്ചമുള്ളത് IGST പേ ചെയ്യാനും യൂസ് ചെയ്യാം. എപ്പോഴേ യൂസ് ചെയ്യാൻ പറ്റില്ല? ആഫ്റ്റർ എൻറ്റയർ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് IGST ക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൊത്തം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റും യൂട്ടിലൈസ് ചെയ്തതിന് ശേഷം മാത്രം
After ITC, thereafter ITC of CGST or UTGST should be utilized for payment of SGST or UTGST and IGST in that order. ITC of CGST or UTGST should be utilized for payment of IGST only after ITC of CGST has been fully utilized. Okay. Then ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു പോയിന്റ് ITC. സോ നമ്മൾ IGST ക്ക് അഗൈൻസ്റ്റും CGST പറ്റും. CGSTയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് CGSTക്ക് അഗൈൻസ്റ്റും IGSTക്ക് അഗൈൻസ്റ്റും പറ്റും. SGSTക്ക് അഗൈൻസ്റ്റുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് SGSTക്ക് അഗൈൻസ്റ്റും IGSTക്ക് അഗൈൻസ്റ്റും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, ITC of CGST cannot be utilized for payment of SGST or UTGST and vice versa. So that means cross utilization. നമ്മുടെ കയ്യിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട്, CGST ഉണ്ടെങ്കിൽ അതൊരു കാരണവശാലും എന്തിനൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല, SGSTക്ക് അഗൈൻസ്റ്റോ UTGSTക്ക് അഗൈൻസ്റ്റോ യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ തന്നെ ITC SGST or UTGST ഉണ്ടെങ്കിൽ എന്തിന് അഗൈൻസ്റ്റ് ക്രോസ് യൂട്ടിലൈസേഷൻ പോസിബിൾ അല്ല, CGSTക്ക് അഗൈൻസ്റ്റ് പോസിബിൾ അല്ല. സോ ഇത്രയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇതിനകത്ത് മേജറായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കുറേ തിയറിയാണ്. നമ്മൾ മേജറായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇതാണ്. സോ നമ്മുടെ ഇന്ത്യയിൽ വരുന്ന GST ഏതൊക്കെയാണെന്നും എന്താണ് GST. ഓക്കെ, സോ ഇതിനകത്ത് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട GST മീൻസ് ടാക്സ് ഓൺ supply of goods or services or both, except എന്താണ്, alcoholic liquor for human consumption plus petroleum products. Okay, so ഒരു കാര്യം ശ്രദ്ധിക്കണം, ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ GSTയുടെ പരിധിയിലേ വരുന്നില്ല. ബട്ട് ഇതെന്താണ്, ഫോർ ദ ടൈം ബീയിങ്, ഇപ്പോൾ തൽക്കാലം വരുന്നില്ല. എന്നാണോ GST കൗൺസിൽ റെക്കമെൻഡ് ചെയ്തിട്ട് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്നത് അന്ന് മുതൽ GSTയിൽ വരും. ഓക്കെ, ദെൻ നമ്മൾ പഴയതിനകത്തുള്ള ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്, CGST പ്ലസ് SGST or UTGST. Okay, so union territory with state legislation എന്തൊക്കെയാണ് വരുന്നത്, യൂണിയൻ ടെറിട്ടറീസ് വിത്ത് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ അതിന് SGST തന്നെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്. യൂണിയൻ ടെറിട്ടറീസ് വിത്തൗട്ട് സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ആണ് എന്ത്, നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യൂണിയൻ ടെറിട്ടറീസ് വിത്ത് സ്റ്റേറ്റ് ആയിട്ടുള്ള ഡൽഹി, പുതുച്ചേരി ആൻഡ് ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ SGST പ്ലസ് CGST അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആകുന്നത്. സോ അതർ യൂണിയൻ ടെറിട്ടറീസിലാണെങ്കിൽ CGST പ്ലസ് UTGST ആണ്. ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ ഒന്നും നോക്കാനില്ല, എന്താണ് ആപ്ലിക്കബിൾ ആകുന്നത്, IGST. പ്ലസ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു, യൂട്ടിലൈസേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. സോ നമുക്ക് ഈ ഒരു ബേസിക് നോളജ് വെച്ചിട്ട്, ഇൻട്രൊഡക്ഷൻ വെച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻട്രാ സ്റ്റേറ്റിൻ്റെയും ഇന്റർ സ്റ്റേറ്റിൻ്റെയും ദെൻ യൂട്ടിലൈസേഷൻ്റെയും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ യൂട്ടിലൈസേഷൻ്റെയും പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ അത് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് GST, എന്തിനൊക്കെയാണ് ആപ്ലിക്കബിൾ ആകുന്നത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് CGST ആർക്ക് എപ്പോഴാണ് ആപ്ലിക്കബിൾ ആകുന്നത്, SGST എപ്പോഴാണ്, IGST എപ്പോഴാണ്, ദെൻ കൗൺസിൽ GST കൗൺസിൽ ഒരു ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. സോ ഇത്രയാണ് നമ്മുടെ GST ഇൻട്രൊഡക്ഷൻ. സോ റിമൈനിങ് ഇതിൻ്റെ പ്രോബ്ലംസ് പ്ലസ് നെക്സ്റ്റ് സെഷൻ ഡിസ്കസ് ചെയ്യാം. പ്ലസ് അടുത്ത നെക്സ്റ്റ് സെഷനിൽ നമുക്ക് സപ്ലൈ എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്ലൈസിനെ കുറിച്ചും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.